ഡേവിഡ് കെറ്റാല എന്ന് പറയുന്ന പരിശീലകൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായതിനു ശേഷം ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് മൊത്തം ഒരു ആശങ്കയുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ മുമ്പുള്ള സ്റ്റാറ്റ്സൊന്നും അത്ര കണ്ട് മികച്ചതല്ലായിരുന്നു. എങ്കിൽ പോലും ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്ന ആദ്യത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എതിരില്ലാത്ത 2 ഗോളിന് ഈസ്റ്റ് ബംഗാളിനെ തോൽപ്പിച്ചുകൊണ്ട് സൂപ്പർ കപ്പിൻ്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക്, അതായത് ക്വാർട്ടറിലേക്ക് നിലവിൽ കടന്നിരിക്കുകയാണ്. അവിടെ എതിരാളികൾ മോഹൻ ബഗാനാണ്. എങ്കിൽ പോലും ഇന്നലത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹത്തിൻ്റെ കീഴിൽ, അതായത് ഡേവിഡ് കെറ്റാല എന്ന് പറയുന്ന പരിശീലകൻ്റെ കീഴിൽ ജയിച്ചതോടെ ഒരു 3ഓളം റെക്കോർഡുകളാണ് നിലവിൽ നേടിയെടുത്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഒരു റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡുറൻ കപ്പ് ആവട്ടെ സൂപ്പർ കപ്പ് ആവട്ടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യമായിട്ടാണ് ഒരു നോക്കൗട്ട് മത്സരം, അതായത് സിംഗിൾ ലെഗ് നോക്കൗട്ട് മത്സരം ഈ 2 ലീഗിലും വെച്ച് നോക്കുമ്പോൾ ജയിക്കുന്നത് അതാദ്യമായിട്ടാണ്. അതുമാത്രമല്ല മറ്റൊരു റെക്കോർഡ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് സൂപ്പർ കപ്പിൽ ഒരു ക്ലീൻ ഷീറ്റ് നേടുവാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന് സാധിക്കുന്നത്. അതുമാത്രമല്ല കലിംഗ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേഡിയത്തിൽ, അതായത് ഒഡീഷയ്ക്കെതിരെ ഒരുപാട് മത്സരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു സ്റ്റേഡിയത്തിൽ കളിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും അതിലൊന്നും കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ജയിച്ചതോടുകൂടി തന്നെ ആ ഒരു സ്റ്റേഡിയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയെടുക്കുന്ന ആദ്യത്തെ വിജയം കൂടിയാണ്. എന്തുകൊണ്ടും ബ്ലാസ്റ്റേഴ്സിന്, അഥവാ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനൊക്കെ തന്നെ വന്ന ആദ്യ മത്സരത്തിൽ തന്നെ, അതായത് പുതുതായിട്ട് ബ്ലാസ്റ്റേഴ്സ് നിയമിച്ചിട്ടുണ്ടായിരുന്ന ഡേവിഡ് കെറ്റാല എന്ന് പറയുന്ന പരിശീലകൻ്റെ കീഴിൽ ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം എടുത്തതോടുകൂടി തന്നെ ഒരു 3ഓളം റെക്കോർഡുകൾ, വളരെ മികച്ചൊരു 3 റെക്കോർഡുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ തേടിയെത്തിയതും. എന്തൊക്കെ എന്നാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതുപോലെ തന്നെ മികച്ച പ്രകടനം വരാൻ പോകുന്ന മത്സരങ്ങളിലും കാഴ്ചവെക്കുവാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.